പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് തുടർന്ന് വീണ്ടും നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവചനത്തിൽ നമ്മുടെ കർത്താവായ യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകപ്പെടും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുവാനിരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ഇവിടെ യേശുനാഥൻ തിരുനാളിൻ്റെ അവസാന ദിവസം, ഏറ്റവും മഹത്തായ ദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ജെറുസലേം ദേവാലയ പ്രദേശത്ത് വെച്ചുകൊണ്ട് യേശു പ്രഘോഷിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരു ദാഹമുണ്ട്. പലർക്കും പലതരത്തിലുള്ള ദാഹമുണ്ട്. പലർക്കും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും അംഗീകാരവും കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദാഹമുണ്ട്. മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തലുകളും വേദനിപ്പിക്കപ്പെട്ട അവസ്ഥയും ഉള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹമുണ്ട്. പക്ഷേ ഇവിടെ ഈ തരത്തിലുള്ള ലോകത്തിൻ്റേതായിട്ടുള്ള സകലതും സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ദാഹത്തിൽ ദൈവാത്മാവിന് ഇടപെടുവാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അത് ലോകത്തിൻ്റേതാണ്. എന്നാൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ, ലോകത്തിൻ്റേതായിക്കോട്ടെ, രോഗത്തിൻ്റേതായിക്കോട്ടെ, തകർച്ചയുടേതായിക്കോട്ടെ, പ്രശ്നങ്ങളോ പ്രതിസന്ധികളുടെ ആയിക്കോട്ടെ, ഇവിടെ കർത്താവ് ഈശോ മിശിഹാ പറയുന്നുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ. എന്താണ് ദാഹം? സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി ഉള്ള ദാഹം എല്ലാവരിലുമുണ്ട്. സമൂഹത്തിലുള്ള എല്ലാവരിലും ഇത്തരത്തിലുള്ള ദാഹമുണ്ട്. അപ്പോൾ സഭാമക്കളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്കാണ് ദാഹമുള്ള വ്യക്തികൾ പോകേണ്ടത്. ഭാരം വഹിക്കുന്ന വ്യക്തികൾ പോകേണ്ടത് യേശുവിൻ്റെ അടുത്തേക്കാണ്. മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ മനുഷ്യന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഒരുപക്ഷെ മനുഷ്യരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചില മനുഷ്യർ ചിലപ്പോൾ നല്ല സ്വാന്തന വാക്കുകൾ പറയും. ചില മനുഷ്യരെ സംബന്ധിച്ച് സ്വാന്തന വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ആ വ്യക്തിയെ പിന്നീട് മുൻവിധിയോടുകൂടെ കാണും. ഈ ലോകത്തിലുള്ള മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ഉള്ളിലെ നന്മയുടെ അവസ്ഥ അനുസരിച്ചായിരിക്കും അവരുടെ പ്രവർത്തനവും മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല, കർത്താവ് അങ്ങനെയല്ല, യേശു അങ്ങനെയല്ല. ഏത് പിടിച്ചുപറിക്കാരനും, ഏത് കൊലപാതകിക്കും, ഏത് വ്യഭിചാരിക്കും, ഏത് കള്ളനും ഏത് സാഹചര്യത്തിലും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഏതൊരു പാപിക്കും കടന്നു ചെല്ലാം. അങ്ങനെ ഏതൊരു പാപിയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അവിടെ അവന് രക്ഷയുണ്ട്. ഈ രക്ഷ ദൈവം ഒഴുക്കുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു പോയി ആദത്തിനും ഹവ്വായിക്കും. ആദവും ഹവ്വായും ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ദൈവം പറഞ്ഞതനുസരിക്കാതെ വന്ന ആദവും ഹവ്വായും സാത്താൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് സാത്താനോട് ചേർന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെടുകയും
സാത്താനുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ, ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട ഓരോ മനുഷ്യരിലേക്കും, പിന്നീട് ആദത്തിൽ നിന്നും ഈ ഭൂമിയിലുണ്ടായ സകല സന്തതി തലമുറകളിലേക്കും ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുവാനും അവരുടെ കുറവുകൾ പരിഹരിക്കുവാനും അവരെ ദൈവിക ജീവനിൽ പങ്കാളികളാക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം. ആ മനുഷ്യനായിട്ട് അവതരിച്ച കർത്താവ് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തുടർന്ന് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകപ്പെടും. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന തിരുസഭയിലെ ഒരു മകനാണ്, മകളാണ് എങ്കിൽ ആ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകപ്പെടുമെന്ന് യേശുനാഥൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സഭാമക്കളെ, കൂദാശകളിലൂടെ ലഭിച്ച ദൈവീക വരം നമ്മളിൽ എല്ലാവരിലും കിടപ്പുണ്ട്. ആ യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക്, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങിച്ചെന്ന് ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവി, പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ തുടങ്ങും. അത് മറ്റുള്ളവർക്ക് സ്വാന്തനമായി, സൗഖ്യമായി, ആശ്വാസമായി, പ്രത്യാശയായി, ദൈവത്തിങ്കിലേക്കുള്ള കൂട്ടിച്ചേർക്കലായി മാറ്റപ്പെടുകയും ചെയ്യും. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിച്ചതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്നരുളിച്ചത് കർത്താവേ, കൂദാശകളിലൂടെ ആ അരുവി ഞങ്ങളിലേക്ക് ഒഴുകിയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരു ഉപകരണമാക്കി മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.